ഏവർക്കും 10 കോടിയിലേക്കുള്ള സാമ്പത്തിക യാത്രയുടെ 10ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മുടെ 10ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഇന്നലെ വരെ നമ്മൾ 9 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 6 ദിവസം ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള മൾട്ടി ക്യാപ് ഫണ്ട് യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 6 എന്ന് പറയുന്നത് 1500 രൂപയാണല്ലോ. 2 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെറ്റ് ഫണ്ടിലായിരുന്നു. അതിൻ്റെയും യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. ഇപ്പോൾ 250 × 2 എന്ന് പറയുന്നത് 500 രൂപയാണ്. 500 രൂപയുടെ ഡെറ്റ് ഫണ്ട്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ മാർക്കറ്റ് പ്രവൃത്തി ദിവസമായതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതുമാത്രമാണ് നമുക്ക് ഇന്ന് ഇൻ പ്രോഗ്രസ്സിൽ കാണിക്കുന്നത്. ആകെ 2250 രൂപ നിക്ഷേപിച്ചതിൽ 2000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു. 250 രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു. നമുക്ക് നാളെ മുതൽ ചെറിയ രീതിയിൽ നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സായ നിഫ്റ്റി 500 മൾട്ടി ക്യാപ് 50-25-25 ഇൻഡെക്സിൻ്റെ ഒരു താരതമ്യ പഠനം നിഫ്റ്റി 50 ഇൻഡെക്സുമായും സെൻസെക്സ് ഇൻഡെക്സുമായും നടത്താം. നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ്. അതിനാൽ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിനായി ആദ്യം നമുക്ക് നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം. ദിവസവും നിലവിൽ നമ്മൾ 250 രൂപയാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനാൽ 250 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നോക്കുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 10ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്തു. 11ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.